വേദനയുണ്ട്. വേദനയില്ല. നല്ല ഒരു ആശ്വാസം. ഇവിടെയാണോന്ന്? ആര്? കുട്ടി ഡോക്ടറാണ്. ഇല്ല, ഒരുപാട് സാധനം ഇതിനകത്ത്. ഈ ചിക്കന്റെ മഹാറാണിയാണോ? ആ, അത് തന്നെ മഹാറാണി. എത്ര നേരായി അവര് പോയിട്ട്. അവളെ കാണിക്കണ്ട. അങ്ങോട്ട് ഇത് എവിടെയായിരുന്നു ചേച്ചി? എത്ര നേരായി പോയിട്ട്. വീട്ടിൽ ഇരിക്കണവർക്ക് ഒന്നും അറിയണ്ടല്ലോ. വീട്ടിൽ ഇരിക്കണവർക്ക് വല്ലതും അറിയണോ? തിരിച്ച് സന്തോഷത്തിലല്ലേ അവള് ചോദിക്കണത്. പറ. അവിടെ വീണത് കാര്യം പറഞ്ഞത് എങ്ങനെ വീണ? എന്ത് പറ്റി? അതാ വീണ് കഴിഞ്ഞപ്പോ ഞാൻ നടുവിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിട്ട് കൈ നല്ല അമർത്തി കുത്തി. അപ്പൊ എല്ലാം അകന്നു പോയി. അപ്പൊ കൈ ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ കൈ പറ്റിയത് കണ്ടറിഞ്ഞൂടെ പൊന്നുമോളെ? അമ്മായിക്ക് അപ്പം മുതൽ കലിപ്പാ. നടക്കാൻ പറഞ്ഞൂടാ. വയസ്സ് എത്ര? ഇപ്പൊ ഇതെന്ത് പറ്റി? കയ്യിലല്ല. എന്റെ തലവിധി. എന്നെ ഇട്ട് പണിയെടുപ്പിക്കണമല്ലോ. അതാണ് ചീത്ത പറഞ്ഞതാണ് കുഴപ്പം. ഓരോന്ന് കാണിച്ചു കൂട്ടണതല്ല. വേദനയുണ്ട്. വേദനയില്ല. നല്ല ഒരു ആശ്വാസം. അങ്ങനെയല്ല, ഇവിടെയാണോന്ന്? റിസ്റ്റിന്റെ അവിടെയാണോ? ഇവിടെ റിസ്റ്റിലല്ല, ഇവിടെ ചതഞ്ഞു പോയി. ചതഞ്ഞ് എല്ലാം അകന്നു. ആര്? കുട്ടി ഡോക്ടറാണ്. അന്വേഷിക്കണ്ട ചേച്ചി. അതിനിത്തിരി വെള്ളമെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാ നിനക്ക്? കലിപ്പിലാണ് വീടല്ലേ. ഞാൻ വീടപ്പോ പോലെ കലിപ്പ. ഡോക്ടർ ചോദിക്കുന്നത് എന്താ ഇത്ര ദേഷ്യം? മര്യാദ നടക്കൂല. ഇന്ത്യയാണ് ഭയങ്കര ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഒരു പരിവാക്കിയിരിക്ക. ഇന്ത്യയും കൂടെ കുറവ് വേണ്ടായിരുന്നോളൂ. എവിടെ ആണെങ്കിലും ചെന്ന് വീഴ്ച. നേരെ ചെവ്വ നോക്കി നടക്കാറായില്ല. സാധാരണ വയസ്സായവരാണ് അവിടെ വീഴണത്. ഇതൊരു ചെറുപ്പക്കാരി. വയസ്സായ ഞാൻ പയറ് പോലെ ഓടിക്കൊണ്ട. ആളുവേ പോയാ കുട്ടി ഡോക്ടർ? ഇവിടെ ഉണ്ട്. വെറും കൈ വീശി ഇങ്ങി വന്നാ? ഒരു പാത്രം കൂടെ എടുത്തോണ്ട് വരണ്ടേ? ഇത് കഴുകണ്ടേ? അവക്ക് വല്ല വെള്ളം വല്ലതും കൊടുത്താ? കിടക്കണ അവിടെ ഇരിക്കണം. ഒരു പാത്രം പോയി എടുത്തോണ്ട് കഴുകണം. അവിടെ വയ്യോക്കളാ.
അമ്മായി ഓ ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ നീ പെരട്ടി വെച്ചാൽ മതി. തന്നെ. ഉപ്പുണ്ട്, കുരുമുളകുണ്ട്, നാരങ്ങ നീരുണ്ട്. ശരി ശരി, ഓക്കെ. എല്ലാം ഇടാം. എത്രയോ വേണ്ടേ? അമ്മോ, വേണ്ട അല്ലേ? നിനക്ക് കുറച്ച് എരിവൊക്കെ കൂട്ടുകയിൽ തരണമെന്ന് എനിക്കുണ്ട് കുട്ടി ഡോക്ടറെ. കുരുമുളക് വേണ്ടി വരും. വേണോ അല്ലേ? അത് നോക്കട്ടെ. അവിടെ ഇങ്ങോട്ട് മോളെ. മതി, ശാലം വെള്ളം കഴിയോളാം. എടുത്തോണ്ട് പോവാ അല്ലേ? ഓ ഇട്ടോ, സവാള ഇട്ടോ. എന്നിട്ടാ മൊത്തം ഇട്ടോ. ഇത്തിരി ഉപ്പിട്ടോ അമ്മായി. അമ്മായി ചിക്കനിൽ ഉപ്പിട്ട് ഇത്തിരി ഇട്ടാൽ മതി. സവാളയ്ക്ക് വേണ്ടിയുള്ള മാത്രം. ഓക്കെ അല്ലേ? ഞാൻ നേരത്തെ ഇത് ഇളക്കണം. ഞാൻ ഈ ജാതിപത്രിയുടെ തൊലി പൊടിക്കാൻ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി മാളുവിനെ. നമ്മൾ പൊടിക്കാൻ പോയിരിക്കണം. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ. എടുത്തോട്ടെ. ആ എടുത്തോട്. ഇട്ടോ ആവരുതേ. ഇട്ടോ അമ്മായി, ഇട്ടോ ഇട്ടോ ഇട്ടോ. ആ ഞൊണ്ടി കൈയും കൊണ്ട് അങ്ങോട്ട് മാറി, ഞാൻ ഇളക്കാം. മാളു പൊടിച്ചു കഴിഞ്ഞില്ലേ മാളു? ആ കൊണ്ടുവാ. ആ പൊടിയും കൂടി ഇട്ടോ. നിരത്തിയിട്. എല്ലായിടത്തും നിരത്തിയിടും. എൻ്റെ കണ്ണ് പൊടിക്കൊരു കളറില്ലല്ലോ. സ്പൂൺ ഇട്ടിടണോ? സ്പൂൺ ഇട്ടിടണോ? ആ എങ്ങനെ കേട്ടോ.
Oh, good. പൊടിക്ക് കളർ വേണ്ട അമ്മായി, കളറില്ലാത്ത സംഭവ. ഇനി നിനക്ക് അടുത്ത പണി തരാവേ. ഇതിന്റെ തണ്ടൊക്കെ പിച്ചി എന്നിട്ട് ഇന്നാ തന്നെ ഇട്ടോ. ഇതും കൂടി ഇട്ടോ കേട്ടോ. ഇന്നത്തേക്കിടേ ഞാൻ. ചേച്ചി എന്തോ ഇതിലാണോ ഇടാൻ പറഞ്ഞേ? ഇതാന്നാത്ത് ഇതിലിട്ടോ. മതി. എരിവുണ്ടാവില്ല അമ്മായി? ഇത്രയും പച്ചമുളക് മതിയാ? മതി മതി. ഓക്കെ. പിന്നെ ഇത് ബദാം അണ്ടിപ്പരിപ്പും ഇത് പാല്. ഈ പാല് വെച്ചിട്ട് ഇത് അരച്ചോണ്ട് വാ. മനസ്സിലായേ? ഈ പച്ചമുളക് ബദാമും അണ്ടിപ്പരിപ്പും ഈ പാലും ചേർത്ത് അരച്ചോണ്ട് വാ. ഞാൻ അരക്കണോ? അവൾ അരച്ചോട്ടെ അമ്മായി. അമ്മായി ഇളക്കല്ലേ. ഞാൻ കൊണ്ടുവരാ പാല്. നമുക്കേ അമ്മായി ഇത് വേവട്ടെ. അപ്പോഴേക്കേ മാളു ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അപ്പോഴേക്ക് ഇത് വേവും. തീയുണ്ടല്ലോ അല്ലേ? തീയുണ്ട്. അപ്പൊ വാ. ടേസ്റ്റ് ഉണ്ട്. അയ്യോ ഇനിയുണ്ടോ? നിങ്ങളൊക്കെ ഇതെങ്ങനെ പൊട്ടിക്കണേ? അപ്പൊ നിനക്ക് പല്ലില്ലേ? അയ്യോ ഇതെന്താ? എന്റെ ഉണ്ടാക്കി കുറച്ച് കട്ടിക്കുള്ള. എല്ലാം കട്ടി തന്നെ. ഇങ്ങോട്ടാ ഞാൻ കടിച്ചു പൊട്ടിച്ച്. അത് പൊടിഞ്ഞു വരണടാ. അപ്പൊ നിന്റെ പല്ല് പോരാ മാളു. അവലോസുണ്ടാ അല്ലേ? അരി അരി വറുത്ത് പൊടിച്ചിട്ടേ. പണ്ട് ചേച്ചി ലഡു ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും. അന്ന് എന്റെ മുഖത്തൂടെ മറ്റേ പൊടി വീണ്. ജീവന്റെ പേരെന്താ? മാലാടു. സൂപ്പറാണ്, ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ അമ്മായി ഡെസൂട്ടിൽ കട്ടൻ ചായ ഒഴിച്ചു കുടിക്കൂലേ? കട്ടൻ ചായ ഒഴിച്ച് ഇങ്ങനെ തോണ്ടി തോണ്ടി എന്തൊരു ടേസ്റ്റ് ആയോ. നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ചിക്കൻ അച്ചാറിടണം, മീൻ അച്ചാർ ഇടൂലേ ഇതേപോലെ. തൊണ്ടേക്കറി അമ്മായി പറഞ്ഞ പോലെ. ഈ പൊടിയില്ലേ? അപ്പൊ എന്റെ തൊണ്ടയാണ് സ്ട്രോങ്. പല്ല് സ്ട്രോങ്. സ്ട്രോങ് ആയി, സ്ട്രോങ് ആയി. അതെനിക്ക് ഇഷ്ടപ്പെട്ടോ. പോവാം. പോവാം. നീക്കി. എന്താ ഒഴിച്ചു ഒഴിച്ചു. കയ്യെറിഞ്ഞില്ലല്ലോ? ഇല്ല ഇല്ല. അമ്മ അങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ട് വെച്ചു. ശരിക്കും തേങ്ങ അരച്ച പോലെ ഉണ്ടല്ലേ? പാല് തീർത്താ നീ? മാളു നീ ഒരു കാര്യം ചെയ്യോ? ഈ മല്ലിച്ചീര കുനാന്ന് അരിഞ്ഞോണ്ട് വരിക. പോരാ പിന്നെ കസ്തൂരി മേത്തിയും കൂടെ എടുത്തുണ്ടോ? ചേച്ചി അതെന്ത് സാധനം? അത് ഫ്രഷ് ക്രീം ഏറ്റവും അവസാനം ഇടാനുള്ള. ഇതിലെല്ലാം ഇല്ല, ഒരുപാട് സാധനം ഇതിനകത്തിടണേ. ഈ ചിക്കന്റെ മഹാറാണിയാണോ? ആ അത് തന്നെ, മഹാറാണി. മഹാരാജാവ് അല്ല മഹാറാണി. മഹാറാണിമാർക്കല്ലേ അമ്മായി? എന്താണ് ആർഭാടം, സ്വർണ്ണ ആർഭാടം സാധനം. അണ്ടിപ്പരിപ്പ്, ഫ്രഷ് ക്രീം, യോഗട്ട്, പാല്, പട്ട, ഗ്രാമ്പു എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. നമ്മുടെ മഹാറാണി ചിക്കൻ. കൊഴിക്കട്ടെ. കസ്തൂരി മേത്തിട്ടാ. അമ്മായി പോയി ടേബിൾ സെറ്റ് ചെയ്തു. അമ്മായി അവളത് കുനുകുന അരിഞ്ഞോണ്ട് വരട്ടെ. ഞാൻ കത്തിച്ചോളാം. ഇനി ഇളക്കാനൊന്നും ഇല്ലല്ലോ. ശരി.
കസ്തൂരി മേത്തി മല്ലിച്ചീര എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ പെണ്ണ് അവിടെ പോയി. അമ്മയുടെ പുറകെ പോയിട്ടുണ്ടാവും. മാളുവേ, നീ എന്താ കസ്തൂരി മേത്തി മല്ലിച്ചീരയും കൊണ്ടുവരാത്തെ? ഓ ഒന്നുമില്ല, ഞാൻ എടുത്തോളാം. കാല് വെക്കട്ടെ ചേച്ചിക്ക്? ഇനി എത്ര ദിവസം ഞാൻ വാരി തരേണ്ടി വരും? 6 ആഴ്ച. 6 ആഴ്ചയെ? ആ പോട്ട്. സൂപ്പർ ടേസ്റ്റ് ചേച്ചി, രക്ഷയില്ലാത്ത സാധനം. രക്ഷയില്ലല്ലേ, സൂപ്പർ ടേസ്റ്റ്. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. അമ്മ കഴിക്കാം. അയ്യോടാ, നല്ല ടേസ്റ്റ് അല്ലേ? സൂപ്പർ ടേസ്റ്റ്. അമ്മ കഴിക്കും. കഴിക്കാം, അവള് തിന്നട്ട്. മഹാറാണി ചിക്കൻ മഹാറാണിയുടെ ടേസ്റ്റ് ആണ്. സത്യം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി അമ്മായി വാരി തന്നോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ അതന്നെ അതന്നെ, സോപ്പ് ഇടണ്ട അല്ലേ പെണ്ണേ. അല്ല അമ്മായി, സത്യമായിട്ട് നല്ല ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റ്. അമ്മ ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ കശുവണ്ടി ആയാലും ബദാം ചായ എല്ലാ അരച്ച എല്ലാ ടേസ്റ്റ്. പക്ഷെ ഭയങ്കര മധുരമൊന്നും അല്ല, പുളിയൊന്നും അല്ല, എരിവാണെങ്കിൽ പാകത്തിന്. പക്ഷെ ചിക്കൻ കറിയുടെ ടേസ്റ്റും അല്ല, വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ഇതിലും അത്രയും സാധനങ്ങൾ ചേർന്നിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റുള്ള സാധനങ്ങളല്ലേ? സത്യം പറഞ്ഞാൽ ചേച്ചി അരയ്ക്കാൻ തന്നില്ലേ പാലും മുളകുമായിട്ട്, അപ്പൊ എനിക്ക് പാലും മുളക് സത്യം വിചാരിച്ചു. പാലും മുളകും ബദാം വണ്ടി പരിപ്പ്. ചൂടാണേ. ചൂട് ചൂട് നല്ല ചൂടാണ്. കുറവുണ്ടായി ചേച്ചി? കുറവുണ്ടെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ്റെ ഇരിക്കുന്ന കാരണം വലിയ തോതിൽ വേദന എന്ന് പറയാം. നാളെ അറിയാം. ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ രാത്രി നമ്മൾ മരുന്ന് കഴിക്കുമല്ലോ. എന്തായാലും ഒരാഴ്ചത്തേക്ക് പെയിൻ കില്ലർ ഉണ്ട്. ഇത്രയും കൂടെ കഴിച്ചോ? മതി അമ്മായി. എല്ലാ കുട്ടിയല്ലേ, ഇതിവിടെ ഒന്ന് കഴിച്ചേ. കൊച്ചുള്ളത് കഴിപ്പിങ്ങനെ നടക്കല്ലേ?